നമ്മുടെ ഓൺബോർഡിങ്ങിൽ ഏറ്റവും ടാസ്ക് വരുന്നൊരു പോർഷൻ എന്ന് പറയുന്നത് ക്ലയൻസിന്റെ അടുത്ത് നിന്ന് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിന്റെ ആക്സസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ക്ലയന്റിന് പോലും അതിന്റെ ആക്സസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രീവിയസ് അവർ വർക്ക് ചെയ്തിട്ടുള്ള ഏജൻസീസിനെയോ സോഷ്യൽ മീഡിയ മാനേജേഴ്സിനെയോ ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ഇത് കളക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് ഇതിന്റെ ഒക്കെ ഒരു പ്രൈമറി അഡ്മിൻ ആക്സസ്, ഇതിന്റെ ഒക്കെ ഒരു കൺട്രോൾ ക്ലയന്റിലേക്ക് തന്നെ കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് ബിസിനസ് മാനേജർ എന്ന് പറയുന്ന ഫേസ്ബുക്കിന്റെ തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളിന്റെ ഉപയോഗം വരുന്നത്. നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് പേജ്, ആഡ് അക്കൗണ്ട്സ്, ഇൻസ്റ്റഗ്രാം, ഈവൻ വാട്സപ്പിനെ പോലും കൺട്രോൾ ചെയ്യാനായിട്ട്, ഒരു സെൻട്രലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബിസിനസ് മാനേജർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്യാം. ഇത് നമുക്ക് അറ്റ്മോസ്റ്റ് സെക്യൂരിറ്റി തരുന്നുണ്ട്. അതുപോലെ നമുക്ക് കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മാനേജറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവണം, പ്ലസ് വി നീഡ് എ പേജ്. അതിനു മുമ്പ് ഫേസ്ബുക്ക് പ്രൊഫൈല്, ഫേസ്ബുക്ക് പേജ്, ഇത് രണ്ടും ഫേസ്ബുക്കിന്റെ വളരെ ഡിഫറെന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രണ്ട് എൻറ്റിറ്റീസ് ആണ്. ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ടുള്ള, പേഴ്സണൽ അക്കൗണ്ട് ക്രിയേഷൻ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. നേരെ മറിച്ച് ഫേസ്ബുക്ക് പേജ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബിസിനസ്, ഒരു ബ്രാൻഡിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റി ആണ്, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഫേസ്ബുക്ക് പേജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്, രണ്ടിനും രണ്ട് ഗോൾസും ആണ്.